ഗൈസ്, കൊമേഴ്സ് ലോഗ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ട്രാൻസ്ഫർ പ്രൈസിംഗ്. ഇറ്റ് ഈസ് ദ പ്രൈസ് ദാറ്റ് വൺ യൂണിറ്റ് ഓഫ് ഓർഗനൈസേഷൻ ചാർജസ് ഫ്രം അനദർ യൂണിറ്റ് ഓഫ് സെയിം ഓർഗനൈസേഷൻ ഫോർ ഇന്റേണൽ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഒരു സ്ഥാപനത്തിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണുമല്ലോ. ഇപ്പം അതിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് വൈ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ഈ വൈ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനുള്ള റോ മെറ്റീരിയലാണ് ഈ എക്സ്. അപ്പം എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് ഉണ്ടാക്കി പുറത്ത് മാർക്കറ്റിലും കൊടുക്കുന്നുണ്ട്, ഈ വൈക്കും കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ കൊടുക്കുന്ന അതേ വില തന്നെ സെയിം കമ്പനിയിലെ വേറൊരു ബ്രാഞ്ച് അല്ലെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുമ്പോൾ ചാർജ് ചെയ്യണമെന്നുണ്ടോ? കുറച്ച് കുറഞ്ഞ വിലയൊക്കെ ചാർജ് ചെയ്താൽ മതിയാവും. അപ്പം എത്ര രൂപയാണ് നമ്മൾ ഇങ്ങനെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ നടത്തുമ്പം ചാർജ് ചെയ്യേണ്ടത് എന്നുള്ള കാൽക്കുലേഷനാണ് ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കുറച്ചൊരു വില ചാർജ് ചെയ്തേ പറ്റൂ. ഫ്രീ ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രോഫിറ്റബിലിറ്റി ഒക്കെ അനലൈസ് ചെയ്ത് കമ്പയർ ചെയ്ത് അങ്ങനെയാണ് മാനേജേഴ്സ് ഡിസിഷൻ എടുക്കുന്നത്. സോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോസ്റ്റും പ്രോഫിറ്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നതിനാൽ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അടുത്തൊരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പ്രൊഡക്ട്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറച്ചൊരു പ്രൈസ് ചാർജ് ചെയ്യണം. അത് പക്ഷേ മാർക്കറ്റ് പ്രൈസിൻ്റെ അത്രയും പ്രോഫിറ്റ് മോട്ടീവോട് കൂടി ആവണമെന്നില്ല. സോ രണ്ടും ബാലൻസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാം എന്നുള്ള അതാണ് ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ട്രാൻസ്ഫർ പ്രൈസിംഗ്? ഒരു സ്ഥാപനത്തിൻ്റെ ഒരു യൂണിറ്റ് മറ്റൊരു യൂണിറ്റുകളിലോട്ട് സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ കൈമാറുമ്പോൾ ചാർജ് ചെയ്യുന്ന ഒരു പ്രൈസാണ് ട്രാൻസ്ഫർ പ്രൈസ്. ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഫസ്റ്റ് തന്നെ ടു ഇവാലുവേറ്റ് കറണ്ട് പെർഫോമൻസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ യൂണിറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻഡിവിജ്വൽ പ്രോഫിറ്റബിലിറ്റി, ഇൻഡിവിജ്വൽ പെർഫോമൻസ് അതൊക്കെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക തന്നെയാണ് ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ടു ഇംപ്രൂവ് പ്രോഫിറ്റ് പൊസിഷൻ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റേതായ മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമേ കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പം കൃത്യമായിട്ടുള്ള കോസ്റ്റും പ്രോഫിറ്റും ഒക്കെ അനലൈസ് ചെയ്താലല്ലേ, അല്ലാതെ കുറച്ച് സാധനം അപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്, കുറച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്താൽ നമുക്കൊരിക്കലും പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്തോ അല്ലെങ്കിൽ കോമ്പറ്റിറ്റീവ് ആണോ എന്നൊന്നും നോക്കാൻ പറ്റില്ല. സോ പ്രോഫിറ്റ് പൊസിഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും ട്രാൻസ്ഫർ പ്രൈസിങ് സഹായിക്കുന്നു. പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡിസിഷൻസ്, അതിൻ്റെ കോസ്റ്റിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസിനെ സംബന്ധിക്കുന്ന ഡിസിഷനൊക്കെ എടുക്കാനായിട്ട്, അത് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് ട്രാൻസ്ഫർ പ്രൈസിംഗ് സഹായിക്കുന്നു. അതുപോലെ ഫോർ ആക്യുറേറ്റ് എസ്റ്റിമേഷൻ ഓഫ് ഏർണിങ്സ് ഓൺ പ്രൊപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എത്ര എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ട്രാൻസ്ഫർ പ്രൈസിങ് സഹായിക്കുന്നു. ട്രാൻസ്ഫർ പ്രൈസിങ് സഹായിക്കുന്നു എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ കോസ്റ്റും പ്രോഫിറ്റും ഒക്കെ അറിയാനായിട്ട് ട്രാൻസ്ഫർ പ്രൈസിങ്ങിലൂടെ പറ്റുന്നു. അങ്ങനെ കൃത്യമായിട്ട് കോസ്റ്റും പ്രോഫിറ്റും ഒക്കെ അറിയുമ്പോൾ നമുക്ക് എത്ര ഈ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള ഡിസിഷനും കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ ടു അലോക്കേറ്റ് ദ പ്രോഫിറ്റ്സ് ഓഫ് എ മൾട്ടിനാഷണൽ ബിസിനസ്. ടോട്ടൽ പ്രോഫിറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് അലോക്കേഷൻ നടക്കുന്നത്. കൃത്യമായ പെർഫോമൻസ് അറിയണമെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസും കൂടെ കണ്ടുപിടിച്ചാൽ മതിയാവും. സോ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് അലോക്കേഷനും ട്രാൻസ്ഫർ പ്രൈസിങ് സഹായിക്കുന്നു. അതുപോലെ ടു മേക്ക് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ബെറ്റർ ഡിസിഷൻ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കാനൊക്കെ ട്രാൻസ്ഫർ പ്രൈസിങ് സഹായിക്കുന്നു. അതുപോലെ ഗോൾ കോൺഗ്രസ്. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സും ഗോളും കുറച്ചും കൂടെ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂടുതൽ ഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഈ ഒരു ട്രാൻസ്ഫർ പ്രൈസിങ് സഹായിക്കും. ചുരുക്കത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉറപ്പുവരുത്താനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ട് കണ്ട് അതിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്ത് കറക്റ്റീവ് മെഷേഴ്സൊക്കെ എടുക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ് ട്രാൻസ്ഫർ പ്രൈസിങ്. ഇനി ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസോടെ നോക്കാം. ഫസ്റ്റ്, വെൻ ആൻ എക്സ്റ്റേണൽ മാർക്കറ്റ് ഈസ് അവൈലബിൾ ഫോർ ദ പ്രൊഡക്റ്റ് ബീങ് ട്രാൻസ്ഫേർഡ്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എക്സ്റ്റേണൽ മാർക്കറ്റിലും കൊടുക്കാൻ പറ്റും, നമ്മുടെ തന്നെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള കേസിൽ എന്താണ് മിനിമം ട്രാൻസ്ഫർ പ്രൈസ്? Minimum transfer price when there is spare capacity
മാർജിനൽ കോസ്റ്റ് വെൻ ദർ ഇസ് നോ സ്പെയർ കപ്പാസിറ്റി മാർക്കറ്റ് പ്രൈസ് മൈനസ് കോസ്റ്റ് സേവിങ്. ഓക്കെ, എന്താണ് സ്പെയർ കപ്പാസിറ്റി? ഇപ്പം മാർക്കറ്റിലോട്ട് നമ്മൾ 10,000 ഗുഡ്സാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതിനുള്ള ഡിമാൻഡേ ഉള്ളൂ. പക്ഷേ ഒരു 2,000 ഗുഡ്സ് കൂടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു 2,000, ആ എക്സ്ട്രാ കപ്പാസിറ്റി വെച്ചൊരു 2,000 ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ തന്നെ കമ്പനിയിലെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ നമ്മുടെ എക്സ്ട്രാ കപ്പാസിറ്റി ഒന്നും കളയാതെ എടുക്കാതെ നമ്മളുള്ള കപ്പാസിറ്റി വെച്ച് തന്നെ നമുക്ക് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മിനിമം ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റാണ്. പക്ഷേ അങ്ങനെ ഒരു സ്പെയർ കപ്പാസിറ്റി ഇല്ല. നമ്മൾ 1000 ഗുഡ്സ് പുറത്തോട്ട് കൊടുക്കുന്നു, അതിൽ നിന്നും കുറച്ച് ഒരു 1000 നമ്മുടെ അടുത്തൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വേണമെങ്കിൽ നമുക്ക് 900 ഗുഡ്സേ പുറത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരും. നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നത് മാറ്റി വെച്ച് നമ്മുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുവാണ്. സോ അങ്ങനെയുള്ള കേസിൽ വരുന്ന മിനിമം ട്രാൻസ്ഫർ പ്രൈസ് മാർക്കറ്റ് പ്രൈസ് മൈനസ് കോസ്റ്റ് സേവിങ് ആണ്. ഓക്കെ, അടുത്തത് മാക്സിമം ട്രാൻസ്ഫർ പ്രൈസ്. നമുക്കൊരു പുറത്ത് മാർക്കറ്റുള്ള കേസിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന മാക്സിമം ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയ്ക്കാണോ അത് പുറത്ത് കൊടുക്കുന്നത്, അതാണ് മാക്സിമം ട്രാൻസ്ഫർ പ്രൈസ്. മിനിമം മാർജിനൽ കോസ്റ്റ് മാക്സിമം എത്ര രൂപയ്ക്കാണ് അത് പുറത്ത് കൊടുക്കുന്നത്, ആ ഒരു ലിമിറ്റിനുള്ളിൽ നിന്ന് ഏത് പ്രൈസ് വേണമെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ്സിന് ചാർജ് ചെയ്യാം. അത് എത്രയാണെന്ന് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസിങ്ങിലൂടെ പല ടൈപ്സ് ഉണ്ട്, അതിലോരോന്നും വെച്ച് ചെയ്ത് നോക്കുമ്പോൾ പഠിക്കും. അതുപോലെ വെൻ നോ എക്സ്റ്റേണൽ മാർക്കറ്റ് ഈസ് അവൈലബിൾ, എക്സ്റ്റേണൽ മാർക്കറ്റ് അവൈലബിൾ അല്ലാത്ത കേസിൽ നമ്മൾ ഒരു കൃത്യമായിട്ടുള്ളൊരു ട്രാൻസ്ഫർ പ്രൈസ് ഒന്നും അങ്ങനെ അത്രയും സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രോഫിറ്റബിലിറ്റിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കണ്ടുപിടിക്കാറില്ല. നമ്മൾ എന്താണ് എ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് പുറത്ത് കൊടുക്കാൻ പറ്റില്ല, ബിക്ക് മാത്രമേ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം അതൊരു ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് പോകും. പിന്നെ അക്കൗണ്ടിങ് ആക്യുറസിക്ക് വേണ്ടി യൂഷ്വലി അതിൻ്റെ കോസ്റ്റാണ്, അതിന് എത്ര രൂപ ചിലവാകുന്നു എന്നത് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് ആയിട്ട് എഴുതേണ്ട കേസുകൾ എഴുതും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ ബേസിക് ഐഡിയ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പം ചാർജ് ചെയ്യുന്ന പ്രൈസാണ് ട്രാൻസ്ഫർ പ്രൈസ്. അത് കമ്പനിയുടെ പെർഫോമൻസും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ കൃത്യമായി മെഷർ ചെയ്യുന്നതിനും പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. എത്രയായിരിക്കണം ട്രാൻസ്ഫർ പ്രൈസ്? ഒന്നെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള വേരിയബിൾ കോസ്റ്റ്, അവിടുന്ന് തുടങ്ങി മാക്സിമം ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കുമ്പോൾ എത്രയാണോ ചിലവാകുന്നത് അവിടം വരെ ഏതെങ്കിലും ഒരു എമൗണ്ട് ആയിരിക്കാം ട്രാൻസ്ഫർ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടും ട്രാൻസ്ഫർ പ്രൈസിലോട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.